ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതും ഈ ആഴ്ച റിലീസ് ചെയ്ത മലയാളം സിനിമകൾ ഏതൊക്കെ എന്നുള്ളതുമാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു തമിഴ് ത്രില്ലർ മൂവിയാണ്. ഇങ്ങ് മൃഗങ്ങൾ വാഴും ഇടം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ത്രില്ലർ മൂവിയാണ്. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അലീന എന്ന് പറഞ്ഞ സിനിമയുടെ പേര് വരുന്നത്. ഒരു ത്രില്ലർ മൂവിയാണ്. ഈ സിനിമ ഡയറക്റ്റ് യൂട്യൂബിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ജനുവരി മാസം 24-ാം തീയതിയാണ് ഈ ഒരു സിനിമ യൂട്യൂബിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത്. അടുത്തത് മനോരമ മാക്സ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു മലയാള സിനിമയാണ്. പൊമ്പളൈ ഒരുമൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കൊച്ചു സിനിമയാണ്, നല്ലൊരു സിനിമയാണ്. സേനാപ്ലൈ OTT പ്ലാറ്റ്ഫോമിൽ ഇതിന് മുമ്പേ റിലീസ് ചെയ്ത സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഞാൻ കണ്ട് റിവ്യൂ ചെയ്ത സിനിമയാണ്. മനോരമ മാക്സിൽ ജനുവരി മാസം 10-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഐ എം കാതൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. അവർ വീണ്ടും ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ ഇപ്പം പുറത്തു വിട്ടിട്ടുണ്ട്. മിക്കവാറും ഈ ഒരു ജനുവരി മാസം പകുതിയോടുകൂടി ഈ ഒരു സിനിമയുടെ റിലീസ് എന്താ പറയുക മനോരമ മാക്സ് വഴി ഉണ്ടാകുന്നതാണ്. ആമസോൺ പ്രൈമിലും റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് തേര് എന്ന് പറഞ്ഞൊരു മലയാള സിനിമയാണ്. അമിത് ചക്കാലൊക്കെ പ്രധാന വേഷം കൈകാഴ്ച ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. യൂട്യൂബിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്ത മലയാള സിനിമയാണ്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്തൊരു മലയാള മൂവിയാണ്. നേർച്ചപ്പെട്ടി എന്ന് പറഞ്ഞ സിനിമ സൈനാപ്ലൈ OTT പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് പ്രഭയായി നനച്ചതല്ല, ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന സിനിമയാണ്. കനി കുസുദീൻ ദിവ്യപ്രഭയൊക്കെ പ്രധാന വേഷം കൈകാഴ്ച ഒരു 18+ മൂവിയായിരുന്നു. Disney+ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ്. കടകൻ എന്ന് പറഞ്ഞ സിനിമ. ഹക്കീം ഷാജഹാൻ പ്രധാന വേഷം കൈകാഴ്ച സിനിമയാണ്. സൺനെക്സിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് സിജു വിൽസൺ പ്രധാന വേഷം കൈകാഴ്ച ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. പഞ്ചവത്സര പദ്ധതി എന്ന സിനിമ മനോരമ മാക്സ് വഴിയാണ് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിംപ്ലി സൗത്ത് വഴി, അതായത് ഇന്ത്യക്ക് പുറത്തായിട്ട് OTT റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയാണ്. മുറിവ് എന്ന് പറഞ്ഞ സിനിമ ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഇപ്പോൾ മുതൽ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അടുത്ത സയൻസ് ഫിക്ഷൻ മലയാള മൂവിയാണ്. ഗഗനചാരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഗോകുൽ സുരേഷ്, അനാർക്കലി മരക്കാറ്, ഗണേഷ് കുമാർ എന്നിവരൊക്കെ, അജു വർഗീസ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാഴ്ച സിനിമയായിരുന്നു. നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. നല്ലൊരു സിനിമയാണ്. ഇതിനു മുമ്പേ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിരുന്നു ഈ സിനിമ. ഇപ്പോൾ മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. മലയാള മൂവിയാണ്. ഗഗനചാരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ഈ ഒരാഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന മലയാള സിനിമകളായിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.